ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ റോപ്പ് വേ കൂടെയാണ് ഈ യാത്ര കേട്ടോ. അല്ലുക്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, അവൾ ടെൻഷനാണ്, ചെരുപ്പ് ഊരണം എന്നൊക്കെ പറയുന്നുണ്ട്, പിന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് വരുന്നവരൊക്കെ അങ്ങനെ എടുക്കാമെന്ന്. അവരെ പോണതൊന്നും കാണാൻ പറ്റിയില്ല, അപ്പോൾ അവർ വരുന്നതെങ്കിലും എടുക്കാമെന്ന്. അവർ റോപ്പ് വേ കയറുന്ന കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ആദ്യം വരുന്നത് ആരാന്നറിയോ? അനിലമോള്. അനിലമോളും ചെറുതും പോയി, പിന്നാലതാ സനമോളും മോനും. ഓക്കേ ഓക്കേ. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ പുട്ടി മോളും ഷെമി മോളും. ടാറ്റ ടാറ്റ. ഓക്കെ ഓക്കെ. പിന്നെ ഇവർ ഞാൻ വീഡിയോ എടുക്കണിട്ട് ഏതാ ചാനൽ, യൂട്യൂബ് ചാനലൊക്കെ ചോദിക്കണം. അപ്പോൾ ഞാൻ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആരാ അത്, സിനും സോനും എല്ലാവരും ടാറ്റ കാണിച്ചിട്ടുണ്ട്. ആപ്പിയും മരക്കരാപ്പിയും സെഫി കുഞ്ഞാമയും. പിന്നെ ഇതാ പ്രകൃതി ഭംഗി അതാക്കി പോണു. പ്രകൃതി ഭംഗി എടുക്കുമ്പോഴത്തേക്കും ആര് വന്നു? കാൽതാപ്പി അവന് കുഞ്ഞാമി വന്നു. മാഷാ അല്ലാ. പിന്നെ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വീണ്ടും വന്നു ആര്? 5 സീനത്തി ഒന്നിലെ കയറി കേട്ടോ. ഓക്കെ 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 ഓക്കെ. പിന്നാലെ വരുന്നത് ആരാന്നറിയോ? എൻ്റെ മിച്ചു. ഇച്ചു ഷിബി മിച്ചു. ആഹാ, ടാറ്റ 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 ടാറ്റ. ഓക്കെ, എന്തായാലും കഴിഞ്ഞു. അതിൽ അല്ലുക്കിൽ ചോദിക്കേണ്ടത് ആ നെസ്രമോളും കുട്ടിയും മോളും കുട്ടിയും ബാക്കിലായോ? പക്ഷേ അസ്താപ്പാനെ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഈ റോപ്പ് ഇവിടുന്ന് തിരിക്കുമ്പോഴാണ് ഇവനെ കാണുന്നത്. അച്ചുവിനെ ഈ തമിഴിൻ്റെ കൂടെ എന്ന് പറഞ്ഞയച്ചത്, ആളില്ലാത്തതുകൊണ്ട്. കണ്ടല്ലോ. അതിൽ അല്ലുക്കിലിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അച്ചുവിനെ. പിന്നെ അയാളുടെ കൂടെ പറഞ്ഞയച്ചതിൽ ഭയങ്കര ടെൻഷനിലായിരുന്നു അല്ലുക്കിലി. എന്നിട്ട് ഞങ്ങളിങ്ങനെ റോപ്പ് തിരിക്കുമ്പോഴാണ് അവരെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവള് പറയുകയാണേ, ആ കാക്ക എന്നെ ഒന്നും കാട്ടൂല കേട്ടോ, പേടിക്കാതെ ഇരുന്നോന്ന്. അയാൾ എന്താ കരുതിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ ചിരിച്ചുകൊണ്ട് ആലോചിച്ചിട്ട് ഈ കിളി പറയുന്നത് കേട്ടിട്ട്. പിന്നെ വൈകുന്നേരം ആവുന്നുണ്ട് കേട്ടോ, ഒരു ഇരുട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല കാറ്റാട്ടോ. എനിക്ക് എന്തോരം ഇഷ്ടമാണ് ഈ കാറ്റെന്ന്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഈ മേലെന്ന് ഈ റോപ്പിൽ നിന്ന് താഴ്ത്തിയെടുക്കണ ആ ഒരു വൈബില്ലേ, അത് വേറൊരു രസം കാണാൻ. അത് പറയാതിരിക്കുക നല്ലത്. അത് അത്രയും ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കണ്ടില്ലേ? കാണിച്ചു തരാം. കണ്ടല്ലോ. നമ്മൾ ഇത്രയും സ്ഥലമൊക്കെ നടന്ന് വന്നത് ആലോചിക്കുമ്പോഴേ ഇപ്പോഴും എൻ്റെ ഞെട്ടൽ മാറുന്നില്ല. കാരണം വെച്ചാൽ അത്രയും വലിയ ഹീലുള്ള ചെരുപ്പിട്ടിട്ടാണ് ഞാൻ നടന്നിരുന്നത്. പിന്നെ വെറുതെയാണോ കാല് വേദനിക്കണത്? കാല് ഭയങ്കര വേദന ഉണ്ടാവും, കാല് മസിൽ കയറിയിരിക്കുക. ആ പരൊക്കെയും ചീത്ത പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് താഴെ എത്തിയവരൊക്കെ എന്നെയും വീഡിയോ എടുത്തിട്ടോ. ഞാൻ വീഡിയോ എടുക്കണതും റോപ്പിൽ കയറിയണതും റോപ്പിൽ നിന്ന് ഇറങ്ങണതൊക്കെ. അങ്ങനെ റോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സീൻക്ക് ആഗ്രഹം ഐസ്ക്രീം കഴിക്കണമെന്ന്. അപ്പോൾ ഓളുടെ ആഗ്രഹം ഞാനൊന്നും ഇതുവരെ എന്താ പറയുക നടത്താതിരുന്നിട്ടില്ല. അച്ഛൻ സീനൊക്കെ നല്ല ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. നമ്മൾ പോകുമ്പോൾ കണ്ട ക്യാമൽ സവാരി ഇതാ തിരിച്ച് പോകണം കേട്ടോ. ഇനി വേറൊരു ട്വിസ്റ്റ്. ഇത് നമ്മൾ മുൻപ് റിഹേഴ്സലെടുത്താണ് കേട്ടോ. അങ്ങനെ വണ്ടി കയറി എല്ലാവരും അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. മാഷാ അല്ലാ, ഒന്നും പറയാനില്ല. വണ്ടിയിലത്തെ പാട്ടും ബഹളം കേൾക്കുന്നുണ്ടോ? കുട്ടികളൊക്കെ ആടി തിമിർത്ത് തകർക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോഴൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഗേൾസ് മാത്രം ഒന്ന് കാഞ്ഞിരപ്പുഴ വരെ പോയാലോ എന്നുണ്ട്, ആലോചിക്കാമെന്നും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറിയൊരുനാളോ വലിയൊരുനാളോ ആണ് അടുത്ത ട്രിപ്പ്. ആലപ്പുഴ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ അതും മറക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ തിരിച്ചു പോകുമ്പോഴാണ് ഇവിടെ പൂരമാണ് കേട്ടോ. ഇവിടെ തെയ്യം എല്ലാ സംഗതിയുണ്ട് പൂരത്തിൻ്റെ. അപ്പോൾ വണ്ടികൾ സ്ലോ ആയിട്ടാണ് പോണത്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇൻഷാ അല്ലാ പ്ലാൻ ചെയ്ത പോലെ അടുത്ത ട്രിപ്പ് പോകണം. ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു.